സംഖ്യയുടെ 50% 60 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുമെങ്കിൽ സംഖ്യ എത്ര? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സംഖ്യ നമുക്ക് എക്സ് ആയിട്ട് പരിഗണിക്കാം. സംഖ്യ എക്സ് ആയിട്ട് പരിഗണിച്ചാൽ അതിൻ്റെ 50% അതിൻ്റെ 50% എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? എവിടെ ശതമാനം കാണുന്നു അതേ ഡിവൈഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ 50% എന്ന് പറഞ്ഞാൽ 50 ഡിവൈഡ് ബൈ 100. അതിനോട് 50% 60 കൂട്ടിയാൽ, അതായത് ഈ 50% എത്ര കൂട്ടണം? 60 കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടും. നമുക്ക് സംഖ്യ ഏതാണെന്നായിട്ട് പരിഗണിച്ചിരിക്കുന്നത്? എക്സ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇത്രയും 60 കൂട്ടി വരുമ്പോൾ എത്ര കിട്ടുമെന്നാണ് പറയുന്നത്? എക്സ് തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കാം. ഈ എക്സ് ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ എന്താണ്? 50x ആണ്. 50x ബൈ 100 പ്ലസ് 60 ഈക്വൽ എക്സ് ആയിട്ട് എഴുതാമല്ലോ. ഈ 50നെ 100നെ വെട്ടാം. അപ്പോൾ നമുക്കിവിടെ 1/2 എന്ന് എഴുതാം. അപ്പം 1/2x പ്ലസ് 60 ഈക്വൽ എക്സ് ആയിട്ട് എഴുതാമല്ലോ. നമുക്ക് ഈ 1നെ വെട്ടി x/2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് 60 സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായിരിക്കും? -60 ആയിരിക്കും. അപ്പോൾ x/2 എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് പ്ലസ് 60 സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ -60, x -60 എന്ന് എഴുതാം. ഇതിനെ വീണ്ടും നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് ഇതിൻ്റെ അടിയിലൊരു 1 ഇട്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കിട്ടും. കാര്യം എന്താ? ഏത് സംഖ്യ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെ കിട്ടുമെന്ന് അറിയാമല്ലോ. ഇനി നമുക്ക് നോക്കാം. x × 1 എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും. x ഈക്വൽ 2 ഇവിടെ കോമൺ ആയിട്ടുണ്ട്. x -60 എന്ന് എഴുതാം. ഇനി ഇത് അകത്തോട്ടിട്ട് കുടിക്കാം. 2x -120 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ -120 നമുക്ക് സമത്തിൻ്റെ ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ എന്തായിരിക്കും അത്? 120 എന്ന് എഴുതാം. ഈ എക്സിനെ ഇവിടെയും കൊണ്ടുവരാം. 2xൻ്റെ അടുത്തും കൊണ്ടുവരാം. അപ്പം 2x ഈ പ്ലസ് എക്സ് സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ -x ആവും. അപ്പോൾ 120 ഈസിക്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? 2x - x എന്ന് പറഞ്ഞതാണ് എക്സ്. അപ്പോൾ 120 ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്. എക്സിൽ നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 120 അതായിരിക്കും എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.